അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഭ്രാന്തനാണോ? കയ്യിലിരിപ്പും മനസ്സിലിരിപ്പുമൊക്കെ കാണുമ്പോൾ ആർക്കും തോന്നാവുന്ന ഒരു സ്വാഭാവിക ചോദ്യമാണിത്. ട്രംപിന്റെ പെരുമാറ്റ രീതികൾ മുതൽ എടുക്കുന്ന തീരുമാനങ്ങൾ വരെ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് നമ്മെ സ്വാധീനിക്കാറുണ്ട്. എന്നാൽ ട്രംപ് ഭ്രാന്തനാണെന്ന് പറയാൻ അദ്ദേഹത്തിന് തന്നെ സ്വന്തം ജനങ്ങളായ അമേരിക്കക്കാർക്ക് ഒരു മടിയുമില്ലെന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ആകെയുള്ള 50 സംസ്ഥാനങ്ങളിലും ജനങ്ങൾ തെരുവിലിറങ്ങിയാണ് ഞങ്ങളുടെ പ്രസിഡന്റിന് ഭ്രാന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ആളുകൾ തെരുവിലിറങ്ങി കൂറ്റൻ പ്രകടനങ്ങൾ നടത്തിയാണ് ലോകത്തോട് ഈ സത്യം വിളിച്ചു പറഞ്ഞത്. ട്രംപ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തും ശതകോടീശ്വരനുമായ ഇലോൺ മസ്കിന് നേരെയും ആളുകളുടെ പ്രതിഷേധം ആളിക്കത്തി. ഇരുവരും ചേർന്നുണ്ടാക്കുന്ന വിവാദ നയങ്ങൾക്കെതിരെ ലക്ഷക്കണക്കിന് പേരാണ് പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ട്രംപ് ഭ്രാന്തനാണെന്ന് ആരോപിച്ചാണ് അമേരിക്കയിൽ ട്രംപ് വിരുദ്ധ പ്രക്ഷോഭം അരങ്ങേറിയത്. ട്രംപിന്റെ പരിഷ്കരണ നടപടികൾ രാജ്യത്തിന് ദോഷമാണെന്നും പ്രക്ഷോഭകർ പറയുന്നു. രാജ്യത്തിന്റെ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിൽ മാത്രം ആയിരക്കണക്കിന് പ്രക്ഷോഭകരാണ് ശനിയാഴ്ച ഒത്തുകൂടിയത്. ന്യൂയോർക്ക്, ഹ്യൂസ്റ്റൺ, ഫ്ലോറിഡ, കൊളറാഡോ, ലോസ് ആഞ്ചലസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രതിഷേധക്കാർ റാലി നടത്തി. ട്രംപിന്റെ സ്വകാര്യ വസതിയായ ഫ്ലോറിഡയിലെ മാർ എ ലഗോയ്ക്ക് 6 കിലോമീറ്റർ അകലെയും നിരവധി പേർ പങ്കെടുത്ത പ്രതിഷേധം നടന്നു. വാഹനം ഓടിക്കുന്നവർ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യം മുഴുവൻ വാഹനത്തിന്റെ ഹോണുകൾ മുഴക്കിയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. താരിഫ് നയം, ഫെഡറൽ ജീവനക്കാരുടെ കൂട്ടപിരിച്ചുവിടൽ, അനധികൃത കുടിയേറ്റക്കാരുടെ മനുഷ്യത്വരഹിതമായ നാടുകടത്തൽ, ട്രാൻസ്ജെൻഡർ നയം, ഗർഭചിത്ര വിരുദ്ധ നിയമങ്ങൾ തുടങ്ങി സെക്കൻഡ് ടേമിൽ ട്രംപ് കൊണ്ടുവന്ന വിവാദ നടപടികൾ എന്നിവയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനങ്ങൾ രാജ്യമാകെ നടന്നത്. സിവിൽ റൈറ്റ് പ്രശ്നങ്ങൾ, സാമ്പത്തിക നയങ്ങൾ, കാലാവസ്ഥാ പ്രവർത്തനം, ട്രംപിന്റെ സാമ്പത്തികവും ജനാധിപത്യപരവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, മസ്കിന്റെ ചെലവ് കുറച്ചുള്ള നടപടികൾ തുടങ്ങിയവയെല്ലാം ജനം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. രാജ്യത്തെ 1400 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ സമരങ്ങൾ നടന്നത്. പൗരാവകാശ സംഘടനകൾ, തൊഴിലാളി യൂണിയനുകൾ, LGBTQ പ്രവർത്തകർ, തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനായി വാദിക്കുന്നവർ തുടങ്ങിയവരുൾപ്പെടെ 150-ലേറെ സംഘങ്ങളുടെ ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഹാൻഡ്സ് ഓഫ് എന്ന കൂട്ടായ്മയിലായിരുന്നു എല്ലായിടത്തും പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ഏകദേശം 6 ലക്ഷം ആളുകൾ പരിപാടികളിൽ പങ്കെടുക്കാനായി സൈൻ അപ്പ് ചെയ്തിരുന്നു. എന്നാൽ ദശലക്ഷത്തിലേറെ പേർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായെന്നാണ് കണക്കുകൾ പറയുന്നത്. യഥാർത്ഥ കണക്ക് ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതേസമയം ഈ പ്രക്ഷോഭം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ലെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. വരും ദിവസങ്ങളിൽ ട്രംപിനെതിരെ അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളായ മെക്സിക്കോയിലും കാനഡയിലും പ്രക്ഷോഭം നടത്താനാണ് ട്രംപ് വിരുദ്ധരുടെ പദ്ധതി. നാഷണൽ മാളിലെ റാലിയിൽ 20,000 പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ലണ്ടൻ, പാരീസ് തുടങ്ങിയ വമ്പൻ നഗരങ്ങളിലും ട്രംപിനെതിരെ പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനുമെതിരെ മൊറോക്കോയിൽ നടന്ന റാലിയിൽ 10,000-ങ്ങളാണ് പങ്കെടുത്തത്. ട്രംപിന്റെ താരിഫ് നയത്തിൽ ലോകമാകെ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭം നടക്കുന്നത്. അതിനാൽ ഇത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് പരക്കാനാണ് സാധ്യത. അമേരിക്കയുടെ പ്രസിഡന്റിനെ പുറത്താക്കാൻ ലോകമാകെ സമരം നടന്നാൽ അത് ചരിത്രമാകും. ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആളുകളും പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി പ്രക്ഷോഭത്തോടുള്ള തങ്ങളുടെ നിലപാട് ഇനിയും പറഞ്ഞിട്ടില്ല. അവരും സമരത്തിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചാൽ രാജ്യമാകെ പ്രതിഷേധം ആളിക്കത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.